അതിവേഗം വാർത്തകൾ പരിശോധിക്കാം. വാർത്തകൾ ഇതുവരെ. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നിർണായക യോഗം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ എന്നിവർ പങ്കെടുക്കുന്നു. ജമ്മു കശ്മീരിൽ ഇന്ത്യൻ പോസ്റ്റ് ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വെടിവെപ്പ്. നഷേര, സുന്ദർബനി, അഖ്നൂർ എന്നിവിടങ്ങളിലാണ് പാക് പ്രകോപനം. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഇന്ത്യൻ സൈന്യം തെരച്ചിൽ ശക്തമാക്കിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനം. ഇരു രാഷ്ട്രങ്ങളും ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. സ്ഥിതി വഷളാക്കരുതെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക ആവശ്യപ്പെട്ടു. അതേസമയം സൈനിക നടപടി ഭയക്കുകയാണ് പാകിസ്ഥാൻ. 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കൃത്യമായ വിവരം ലഭിച്ചുവെന്ന് പാക് വാർത്താവിതരണ മന്ത്രി അദൌല തരാർ പ്രതികരിച്ചു. പാകിസ്ഥാന് തിരിച്ചടി നൽകുന്ന കാര്യത്തിൽ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിന് പിന്നാലെ യുദ്ധക്കപ്പലുകളുടെ ചിത്രം പങ്കുവെച്ച് നാവികസേന. ഒരു ദൌത്യവും അകലെയല്ല, അത്ര വിശാലത ഒരു കടലിനുമില്ല എന്ന കുറിപ്പോടുകൂടിയാണ് യുദ്ധക്കപ്പലുകളെ സജ്ജമാക്കിയിട്ടുള്ള ചിത്രങ്ങൾ നാവികസേന എക്സിൽ പങ്കുവച്ചത്. ആയുധക്കരുത്ത് കാട്ടി അറബിക്കടലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേന അഭ്യാസ പ്രകടനവും നടത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ശക്തമായിരിക്കെ ഇന്ത്യൻ സൈന്യത്തിന് നേരെ സൈബർ ആക്രമണം. സൈന്യത്തിന്റെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാൻ പാകിസ്ഥാനി ഹാക്കർ നടത്തിയ ശ്രമം ഇന്ത്യൻ സേന തകർത്തു. ഇന്ത്യൻ സൈന്യത്തെ ലക്ഷ്യമിട്ട് IOK ഹാക്കർ എന്ന പാകിസ്ഥാൻ ഗ്രൂപ്പാണ് സൈബർ ആക്രമണം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് കോൺഗ്രസ് പങ്കുവച്ച ചിത്രത്തെ തള്ളി നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫാറൂഖ് അബ്ദുള്ളയും BSP നേതാവ് മായാവതിയും. പ്രധാനമന്ത്രി എവിടേക്കും മറഞ്ഞുപോയിട്ടില്ലെന്നും അദ്ദേഹം ഡൽഹിയിലുണ്ടെന്നും തനിക്ക് അറിയാമെന്നും ഫാറൂഖ് അബ്ദുള്ള പ്രതികരിച്ചു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്തെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കേണ്ട സമയമാണിതെന്നും അതിനിടെ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാൻ നോക്കുന്നത് ശരിയല്ലെന്നും അഭിപ്രായപ്പെട്ട് ബഹുജൻ സമാജ്വാദി പാർട്ടി നേതാവ് മായാവതിയും രംഗത്തെത്തി. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ നേതാക്കൾക്ക് താക്കീതുമായി കോൺഗ്രസ്. എക്സ് അക്കൗണ്ടിൽ പ്രധാനമന്ത്രിക്കെതിരായ വിമർശനം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാമിനെതിരെ CBI രജിസ്റ്റർ ചെയ്ത FIR സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന എബ്രഹാമിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി സ്റ്റേ അനുവദിച്ചത്. മംഗളൂരു ആൾക്കൂട്ട കൊലപാതകത്തിനിരയായ മലയാളിയുടെ മൃതദേഹം മലപ്പുറത്തെത്തിച്ച് സംസ്കരിച്ചു. വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. കേസിൽ 5 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. കുടുപ്പു ഭദ്ര കല്ലുരുട്ടി ക്ഷേത്ര മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കിടെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്നാരോപിച്ചായിരുന്നു ആൾക്കൂട്ടം യുവാവിനെ തല്ലിക്കൊന്നത്. കൊച്ചിയിൽ പിടിയിലായ പ്രമുഖ സംവിധായകർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി എക്സൈസ്. കഴിഞ്ഞ ദിവസമാണ് സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഇവരുടെ സുഹൃത്തായ ഷാലിഫ് മുഹമ്മദ് എന്നിവർ മറൈൻ ഡ്രൈവിന് സമീപം ഗോശ്രീ പാലത്തിനടുത്തുള്ള ഫ്ളാറ്റിൽ നിന്ന് പിടിയിലായത്. സംവിധായകർ പ്രതിയായ കഞ്ചാവ് കേസിൽ കഞ്ചാവ് വിതരണക്കാരനെ പരിചയപ്പെടുത്തിയ ആളെ ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ MF സുരേഷ്. വിൽപ്പനക്കാരനെ കുറിച്ച് വിവരങ്ങൾ തേടും. ഫ്ളാറ്റിൽ കുറെ നാളായി ലഹരി ഉപയോഗം ഉണ്ടെന്ന വിവരം ലഭിച്ചിരുന്നുവെന്നും സംവിധായകൻ സമീർ താഹിറിന് നോട്ടീസ് നൽകിയെന്നും എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രതികരിച്ചു. റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയിൽ നിന്ന് പിടിച്ചെടുത്ത പുലിപ്പല്ല് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ വനം വകുപ്പ്. വേടനെ പുലിപ്പല്ലിൽ രൂപമാറ്റം വരുത്തി മാലയുണ്ടാക്കിയ തൃശൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എന്നാൽ വേടന് പുലിപ്പല്ല് നൽകിയ രഞ്ജിത്ത് കുമ്പിടിയുമായി ബന്ധപ്പെടാൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥ പുലിപ്പല്ലാണോ ഇതെന്ന് അറിയില്ലെന്നാണ് വേടന്റെ മൊഴി. എന്നാൽ വേടന്റെ മൊഴി വനം വകുപ്പ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കേസിൽ വേടന്റെ അടുത്ത സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും. വേടന്റെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളും പരിശോധിക്കും. സിനിമയിലെ ലഹരി ഉപയോഗത്തിൽ ഇടപെടേണ്ടത് അധികാര സ്ഥാനത്തിലുള്ളവരാണെന്ന് അജു വർഗീസ്. ലഹരി ആരുപയോഗിച്ചാലും അത് തെറ്റാണ്. കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട സംവിധായകരെ താരങ്ങൾ പിന്തുണച്ചത് അറിയില്ലെന്നും അജു വർഗീസ്.
യു പ്രതിഭ MLAയുടെ മകൻ കനിവിനെ കേസിൽ നിന്ന് ഒഴിവാക്കി എക്സൈസ് കുറ്റപത്രം. അമ്പലപ്പുഴ കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. കേസിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണ് കനിവ് ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയ എക്സൈസ് നടപടി. ലഹരി കേസിൽ നടത്തേണ്ട മെഡിക്കൽ പരിശോധനയും നടത്തിയിരുന്നില്ല. സാക്ഷിമൊഴിയും അട്ടിമറിച്ചു. മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന അന്തർ സംസ്ഥാന ലഹരി കടത്ത് സംഘത്തിലെ പ്രധാനികൾ കാസർഗോഡ് പിടിയിൽ. കോഴിക്കോട് സ്വദേശി രഞ്ജിത്ത്, മടിക്കേരി സ്വദേശി സഫാദ് എന്നിവരെയാണ് ബദിയടുക്ക പോലീസ് അറസ്റ്റ് ചെയ്തത്. പണം ഓൺലൈനിലൂടെ ട്രാൻസ്ഫർ ചെയ്ത മയക്കുമരുന്ന് ഒളിപ്പിച്ച സ്ഥലത്തിന്റെ ഗൂഗിൾ ലൊക്കേഷൻ നൽകിയാണ് ഇവരുടെ വിൽപ്പന. കണ്ണൂർ പയ്യന്നൂരിൽ MDMAയുമായി യുവതിയടക്കം 3 പേർ പിടിയിൽ. പെരുമ്പ സ്വദേശി ഷഹബാസ്, എടാട്ട് സ്വദേശികളായ ഷിജിനാസ്, പ്രജിത എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പയ്യന്നൂർ പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയ്ക്കിടയിലാണ് 3 പേരെയും പിടികൂടിയത്. 10 ഗ്രാമിലധികം MDMAയാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത്. ദേശീയപാതയ്ക്കരികിൽ നിർത്തിയിട്ട കാറ് സംശയം തോന്നിയ പോലീസ് പരിശോധിച്ചപ്പോഴാണ് പ്രതികൾ പിടിയിലായത്. പാലക്കാട് അട്ടപ്പാടിയിൽ 103 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. വരകയാർ പുഴയ്ക്ക് സമീപം എക്സൈസ് ആണ് ചെടികൾ കണ്ടെത്തിയത്. സാമ്പിൾ കഴിച്ച് ബാക്കിയുള്ള 102 കഞ്ചാവ് ചെടികൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു. 150 സെന്റിമീറ്ററിലധികം ഉയരമുള്ള ചെടികളാണ് കണ്ടെത്തിയത്. ലഹരിക്കെതിരെ ഉപവാസ സമരവുമായി KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയം തിരുനക്കരയിൽ നടക്കുന്ന ഉപവാസ സമരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മാങ്ങാനത്ത് യുവാവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി തള്ളിയ കേസിൽ ശിക്ഷാവിധി ഇന്ന്. മുട്ടമ്പലം സ്വദേശി വിനോദ് കുമാർ എന്ന കമ്മൽ വിനോദ്, ഭാര്യ കുഞ്ഞുമോൾ എന്നിവരാണ് കേസിലെ പ്രതികൾ. 2017 ഓഗസ്റ്റ് 23-നായിരുന്നു സംഭവം. പയ്യപ്പാടി മലക്കുന്നം സ്വദേശി സന്തോഷ് ഫിലിപ്പിനെയാണ് പ്രതികൾ ചേർന്ന് കൊലപ്പെടുത്തിയത്. ഭാര്യയുമായി സന്തോഷിന് ബന്ധമുണ്ടെന്ന വിനോദിന് സംശയമുണ്ടായിരുന്നതായും പറയുന്നുണ്ട്. തുടർന്ന് ഭാര്യയുടെ സഹായത്തോടെ മീനടത്തെ വാടക വീട്ടിൽ വിളിച്ചു വരുത്തി തലക്കടിച്ച് കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കുകയായിരുന്നു. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കണ്ണൂർ കൈതപ്രത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ മരിച്ച KK രാധാകൃഷ്ണന്റെ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മതമംഗലം സ്വദേശിയും മുൻ BJP ജില്ലാ കമ്മിറ്റി അംഗവുമായ മിനി നമ്പ്യാരാണ് അറസ്റ്റിലായത്. 1-ാം പ്രതി സന്തോഷുമായി ഭർത്താവ് രാധാകൃഷ്ണനെ കൊല്ലാൻ മിനി ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. കഴിഞ്ഞ മാർച്ച് 20-നാണ് രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത്. തൃശൂർ പൂരത്തിന് കൊടിയേറി. ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറിയത്. സിംഹരൂപം ആലേഖനം ചെയ്ത കൊടിക്കൂറയാണ് പൂരത്തിന് തുടക്കം കുറിച്ച് ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ഉയർത്തിയത്. മെയ് 6-നാണ് പൂരം. കായംകുളത്ത് പെട്രോൾ പമ്പിൽ ഗുണ്ടാക്രമം. പമ്പിലെ 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. കായംകുളം പുത്തൻ റോഡ് ജംഗ്ഷനിലെ TA പെട്രോൾ പമ്പിലാണ് കഴിഞ്ഞ ദിവസം രാത്രി അക്രമം നടന്നത്. രാത്രി 1 മണിയോടെ എത്തിയ സംഘം 50 രൂപയ്ക്ക് പെട്രോൾ ചോദിച്ചു. പെട്രോൾ അടിച്ച ശേഷം പണമില്ലെന്ന് പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ആക്രമണത്തിന് ഇരയായവർ പ്രതികരിച്ചു. പോത്തൻകോട് സുധീഷ് കൊലക്കേസിൽ ശിക്ഷാവിധി ഉടൻ. നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിക്കുക. കേസിലെ 11 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്തിന്റെ സസ്പെൻഷൻ സർക്കാർ പിൻവലിച്ചേക്കും. പ്രശാന്തിനെ സർവീസിൽ തിരിച്ചെടുക്കണമെന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഉൾപ്പെട്ട സമിതിയുടെ റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇന്ന് ചീഫ് സെക്രട്ടറിയാകുന്ന A. ജയതിലകിനെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചതിനാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. ADM നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തന്റെ സസ്പെൻഷൻ നീട്ടി ആരോഗ്യവകുപ്പ്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ വിഭാഗം ജീവനക്കാരനായിരുന്നു പ്രശാന്തൻ. സർക്കാർ ജോലിയിലിരിക്കെ പെട്രോൾ പമ്പ് തുടങ്ങാൻ ശ്രമിച്ചതോടെയാണ് ആരോഗ്യവകുപ്പ് ഇയാളെ സസ്പെൻഡ് ചെയ്തത്. അച്ചടക്ക ലംഘനവും പെരുമാറ്റ ചട്ടലംഘനവും കാണിച്ച് 6 മാസം മുൻപായിരുന്നു സസ്പെൻഷൻ.
വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിന്റെ പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെട്ടി കേന്ദ്ര സർക്കാർ. ഇംഗ്ലീഷ് പത്രങ്ങളിലും ചില മലയാളം പത്രങ്ങളിലും നൽകിയ പരസ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പേരോ ഫോട്ടോയോ ഇല്ല. കേരള സർക്കാരിനെ കുറിച്ചും പരാമർശമില്ല. വികസിത് ഭാരതത്തിന്റെ ഭാഗമായുള്ള പരസ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ മാത്രമാണ് ഉള്ളത്. വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ പിണറായി വിജയന് പരാതി ഉണ്ടാവാൻ ഇടയില്ലെന്ന് രമേശ് ചെന്നിത്തല. സിപിഎമ്മും ബിജെപിയുമാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതെന്നും ചെന്നിത്തല പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പങ്കെടുക്കില്ല, തന്നെ ക്ഷണിച്ചിട്ടില്ലെന്നും ക്ഷണിക്കാത്തിടത്ത് പോകില്ലെന്നും സതീശൻ പ്രതികരിച്ചു. എംപിയും സ്ഥലം എംഎൽഎയും പങ്കെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വിഴിഞ്ഞത്തേക്ക് കടൽ കൊള്ളയെന്ന് പറഞ്ഞവരാണ് സിപിഎം നേതാക്കളെന്നും വല്ലവരും ചെയ്തതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും സതീശൻ കുറ്റപ്പെടുത്തി. വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ക്ഷണമുണ്ടെന്ന സർക്കാർ. പ്രതിപക്ഷ നേതാവിന് തന്റെ ലെറ്റർ പാഡിലാണ് ക്ഷണക്കത്ത് നൽകിയതെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം തുറമുഖ കരാറിന് തറക്കല്ലിട്ടു എന്നത് യാഥാർത്ഥ്യമാണെന്നും പക്ഷേ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും വാസവൻ പ്രതികരിച്ചു. PMO ഓഫീസ് നിർദ്ദേശിച്ചതിനാലാണ് രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. ബിജെപി മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി രാജേഷിനെതിരായ പോസ്റ്റർ വിവാദം വഴിത്തിരിവിൽ. പാർട്ടിയിലെ വിഭാഗീയതയാണ് രാജേഷിനെതിരായ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതേസമയം വി രാജേഷിനെതിരെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുൻപിൽ പോസ്റ്റർ പതിച്ച ബിജെപി പ്രവർത്തകരായ 4 അംഗ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടു. മുതലപ്പുഴ അടിമുഖത്ത് വീണ്ടും വള്ളം മറഞ്ഞു. ശക്തമായ തിരയിൽപ്പെട്ടാണ് വള്ളം മറഞ്ഞത്. വള്ളത്തിലുണ്ടായിരുന്ന 3 പേരും നീന്തി രക്ഷപ്പെട്ടു. ആർക്കും പരുക്കില്ല. പെരുമാതുറ സ്വദേശി ശ്യാം, റെജിമോൻ, നിയാസ് എന്നിവരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. അവസാന ഔദ്യോഗിക ദിനത്തിൽ സഹപ്രവർത്തകരെ പ്രകീർത്തിച്ചു ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ. സേനയുടെ നട്ടെല്ല് മധ്യനിര ഉദ്യോഗസ്ഥരാണ്. ഒരാൾക്ക് ഒറ്റയ്ക്കൊന്നും സേനയിൽ ചെയ്യാൻ കഴിയില്ലെന്നും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പോലീസുകാർ മാറണമെന്നും പത്മകുമാർ പറഞ്ഞു. പത്തനംതിട്ടയിൽ ലോഡ്ജ് മുറിക്കുള്ളിൽ 60-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട KSRTC സ്റ്റാൻഡിനോട് ചേർന്ന ലോഡ്ജിലാണ് സംഭവം. ഏഴംകുളം സ്വദേശി ജോൺ പി ജേക്കബാണ് മരിച്ചത്. മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷ വാക്സിൻ എടുത്തിട്ടും പെൺകുട്ടി മരിച്ച സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സയെക്കുറിച്ച് കൂടുതൽ പരാതികൾ ഉയരുന്നു. കഴിഞ്ഞ മാസം കുറുക്കന്റെ കടിയേറ്റ് ചികിത്സയ്ക്കായി എത്തിച്ച മലപ്പുറം തിരൂർക്കാട് സ്വദേശിനി കാളിക്ക് വേണ്ട രീതിയിൽ ചികിത്സ കിട്ടിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മാർച്ച് 24-ന് കാളി പേവിഷബാധയെ തുടർന്ന് മരിച്ചിരുന്നു. മലപ്പുറത്ത് 5.5 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ കുട്ടിയുടെ പിതാവ് സൽമാനുൽ ഫാരിസ്. കുട്ടിയുടെ തലയിലെ മുറിവുകൾക്ക് ആദ്യഘട്ടത്തിൽ കാര്യമായ ചികിത്സ നൽകിയില്ലെന്നും 48 മണിക്കൂറിന് ശേഷമാണ് മുറിവിന് തുന്നലിട്ടതെന്നും സൽമാനുൽ ഫാരിസ് പറഞ്ഞു. കുട്ടിയെ ആദ്യം കൊണ്ടുപോയ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ മരുന്നില്ലാത്തതിനാലാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതെന്നും വ്യക്തമാക്കി. നഗരസഭാ സ്ഥാപനത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിന് പാലക്കാട് നഗരസഭയിൽ വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടത്. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പ്രധാന റോഡിന് തിരുവനന്തപുരം നഗരസഭ RSS ആചാര്യന്റെ പേര് നൽകി. പേരുമാറ്റത്തിനായി BJP കൊണ്ടുവന്ന പ്രമേയം പാസ്സായത് കോൺഗ്രസിന്റേതും മുസ്ലിം ലീഗിന്റെയും പിന്തുണയിലായിരുന്നു. ഇന്ന് അക്ഷയ തൃതീയ. ഇത്തവണ വലിയൊരു ആഘോഷമായി അക്ഷയ തൃതീയ മാറുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശുഭദിനമായാണ് അക്ഷയ തൃതീയ ദിനത്തെ കണക്കാക്കുന്നത്. അതിനാൽ തന്നെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒറ്റദിന വ്യാപാരം നടക്കുന്നത് അക്ഷയ തൃതീയ ദിനങ്ങളിലാണ്. നിരവധി ഓഫറുകളും പുതിയ ഡിസൈനുകളും പല ജ്വല്ലറികളിലും നിരന്നു കഴിഞ്ഞു.
ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ കോട്ടയം ഉഴവൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. ഒളിമ്പിക്സ് ജേതാവ് അഭിനന്ദ് ബിന്ദ്രയുടെ പരിശീലകനായിരുന്നു. 1993 മുതൽ 2012 വരെ 19 വർഷം അദ്ദേഹം ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ പരിശീലകനായിരുന്നു. ഇടവേള. കൊൽക്കത്തയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 14 പേർ വെന്തു മരിച്ചു. മരിച്ചവരുടെ മൃതദേഹം കൊൽക്കത്തയിലെ വിവിധ ആശുപത്രികളിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സെൻട്രൽ കൊൽക്കത്തയിലെ പാൽപ്പെട്ടി മച്ചുവയ്ക്ക് സമീപം ഹൃദുരാജ് ഹോട്ടലിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം. റെസ്റ്റോറന്റിന്റെ അടുക്കളയിൽ നിന്ന് ആളിപ്പടർന്ന തീ സമീപത്തേക്ക് വ്യാപിക്കുകയായിരുന്നു. ഹോട്ടലിനുള്ളിൽ തീ അണയ്ക്കാനുള്ള മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ആരോപണമുണ്ട്. സംഭവിച്ചത് സുരക്ഷാ വീഴ്ചയാണെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കി. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. കോൺഗ്രസ് റാലിയിൽ സംസാരിക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെ പൊതുവേദിയിൽ വെച്ച് അടിക്കാനോങ്ങി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ബെൽഗാവിയിൽ നടന്ന റാലിയിൽ BJP പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥനോട് ഇവിടെ വാ, ആരാണ് SP, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതും അടിക്കാൻ ഓങ്ങുന്നതുമായ വീഡിയോയും വൈറലാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ത്യൻ റെയിൽവേ. പുതിയ മാനദണ്ഡമനുസരിച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ കൈവശമുള്ള യാത്രക്കാർക്ക് ട്രെയിനിൽ സ്ലീപ്പർ അല്ലെങ്കിൽ AC കോച്ചുകളിൽ യാത്ര ചെയ്യാൻ അനുവാദമില്ല. അവരെ ജനറൽ ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കൂ. നിലവിൽ കൗണ്ടറുകളിൽ നിന്ന് വാങ്ങുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉപയോഗിച്ച് യാത്രക്കാർക്ക് സ്ലീപ്പർ AC കോച്ചുകളിൽ യാത്ര ചെയ്യാനായിരുന്നു. മെയ് 1 മുതലാണ് പുതിയ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരിക. കൈലാഷ് മാനസ സരോവർ തീർത്ഥാടനം ജൂൺ 30 ആരംഭിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. യാത്രയുടെ ഉത്തരവാദിത്തം കുമയോൺ മണ്ഡൽ വികാസ് നിഗത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഏകോപനം, സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളുടെ ചുമതല വിദേശകാര്യ മന്ത്രാലയത്തിനും സംസ്ഥാന സർക്കാരിനുമാണ്. ഗ്രൗണ്ട് ലോജിസ്റ്റിക്സ്, ഭക്ഷണം, താമസം, യാത്രാ ക്രമീകരണങ്ങൾ എന്നിവയുടെ ഉത്തരവാദിത്തം KMVN ആയിരിക്കും നൽകുക. അമേരിക്കയിൽ നിന്ന് ക്യാൻസർ രോഗിയായ കുട്ടിയടങ്ങുന്ന കുടുംബത്തെ നാടുകടത്തിയതിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ വിമർശനം ശക്തമാകുന്നു. അമ്മയെയും 4ഉം 7ഉം വയസ്സുള്ള കുട്ടികളെയുമാണ് അമേരിക്കൻ ഭരണകൂടം നാടുകടത്തിയത്. ഇതിലൊരു കുട്ടിക്ക് ഗുരുതരവും അപൂർവവുമായ ക്യാൻസറാണ്. ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിലുള്ള കുട്ടിയുടെ ചികിത്സയും അനിശ്ചിതത്തിൽ അവസ്ഥയിലാണ്. കുഞ്ഞിന്റെ ചികിത്സകൾ നടക്കുന്നത് US-ലാണ്. അമ്മയ്ക്ക് രേഖകളില്ലെങ്കിലും കുട്ടികൾ US-ൽ ജനിച്ചതിനാൽ US പൗരത്വമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ട്രംപിന് നേരെ പ്രതിഷേധമുയരുന്നത്. അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ കുടുംബത്തിന് വേണ്ടി കേസ് വാദിക്കുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 3 ദിവസത്തെ വെടിനിർത്തൽ വാഗ്ദാനം ചെയ്തതിന് പിന്നാലെ യുക്രൈനിലെ ഡിനിപ്രോ പെട്രോവ്സ്ക് മേഖലയിൽ റഷ്യൻ സേന കനത്ത ആക്രമണം നടത്തി. 20 ഡ്രോണുകളിലും 31 നിയന്ത്രിത ബോംബുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ 12 വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണുണ്ടായ തീപിടുത്തത്തിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. യമനിൽ ആഫ്രിക്കൻ അഭയാർത്ഥികളെ പാർപ്പിച്ചിരുന്ന തടവറയിൽ US നടത്തിയ ബോംബാക്രമണത്തിൽ 68 പേർ കൊല്ലപ്പെട്ടതായി ഹൂതികൾ അറിയിച്ചു. 47 പേർക്ക് പരിക്കേറ്റു. ഹൂതികളുടെ ശക്തി കേന്ദ്രമായ സദാ പ്രവിശ്യയിലാണ് ആക്രമണമുണ്ടായത്. യമൻ തലസ്ഥാനമായ സനായിലെ ബോംബാക്രമണത്തിൽ 18 പേരും കൊല്ലപ്പെട്ടു. ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് 1 മാസത്തിലേറെയായി US കനത്ത വ്യോമാക്രമണമാണ് യമനിൽ നടത്തുന്നത്. ഇതുവരെ 800 തവണ ബോംബിട്ടെന്നാണ് US സൈന്യത്തിന്റെ കണക്ക്. ആകെ 250 പേരാണ് കൊല്ലപ്പെട്ടത്. 11 വർഷം മുൻപ് റഷ്യ സ്വന്തമെന്ന് പ്രഖ്യാപിച്ച ക്രൈമിയ വിട്ടുതരാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തയ്യാറായേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനിലെ ആക്രമണം റഷ്യ അവസാനിപ്പിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടായിരുന്നു ക്രൈമിയയെ സംബന്ധിച്ച് ട്രംപിന്റെ പ്രഖ്യാപനം. റോമിൽ സെലൻസ്കിയുമായി ചർച്ച നടത്തിയപ്പോൾ യുക്രൈനിൽ സമാധാനം കൊണ്ടുവരാനായി റഷ്യയ്ക്ക് ക്രൈമിയ വിട്ടു നൽകാൻ അദ്ദേഹം തയ്യാറാണെന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയതെന്നും ട്രംപ് പ്രതികരിച്ചു. ഗസ വെടിനിർത്തൽ ചർച്ചകൾ വിജയത്തിന് അടുത്തെത്തിയെന്ന് സൂചന. ആയുധം ഉപേക്ഷിക്കണമെന്ന ഇസ്രയേലിന്റെ പ്രധാന ആവശ്യം ഹമാസ് തള്ളിക്കളഞ്ഞ വിഷയമാണ് പരിഹരിക്കാനുള്ളത്. ഇസ്രയേലോ ഹമാസോ പ്രതികരിച്ചിട്ടില്ല. ചർച്ചയിൽ പുരോഗതിയുണ്ടെങ്കിലും കരാർ ധാരണയായിട്ടില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി പറഞ്ഞു.
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ കാത്ത് വിശ്വാസി ലോകം. മെയ് 7-ന് ആരംഭിക്കുന്ന കോൺക്ലേവിൽ വോട്ടവകാശമുള്ളവരിലെ ഏറ്റവും മുതിർന്നയാൾ മാഡ്രിഡിലെ മുൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ കാർലോസ് ഒസോറോ സിയേറയാണ്. കോൺക്ലേവിന് മുന്നോടിയായി വത്തിക്കാനിലെ സിസ്റ്റർ ചാപ്പൽ അടച്ചു. അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കാൻ വത്തിക്കാനിൽ ഒത്തുകൂടുന്ന ചുവന്ന വസ്ത്രധാരികളായ കർദിനാൾമാരെ സ്വാഗതം ചെയ്യാനായി സിസ്റ്റർ ചാപ്പൽ ഒരുങ്ങുകയാണ്. മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന് ശേഷം ബാലറ്റുകൾ കത്തിക്കുന്ന ചിമ്മിനി സ്ഥാപിക്കൽ തുടങ്ങി നിരവധി ഒരുക്കങ്ങളാണ് ഇനിയും പൂർത്തിയാകാനുള്ളത്. യുഎസിലെ ട്രക്ക് ഡ്രൈവർമാർക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം നിർബന്ധമാക്കുന്ന ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാണിജ്യ മേഖലയിലെ സുരക്ഷയ്ക്ക് പ്രൊഫഷണൽ ഡ്രൈവർമാർ ഇംഗ്ലീഷ് അറിയേണ്ടത് സുപ്രധാനമാണെന്ന് ട്രംപ് പറഞ്ഞു. ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാലേ ട്രാഫിക് നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാൻ കഴിയൂ എന്നും ട്രംപ് പ്രതികരിച്ചു. ഏകാധിപതി ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തിട്ട് ഇന്നേക്ക് 80 വർഷം തികയുന്നു. രണ്ടാം ലോക യുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെടുമെന്ന ഉറപ്പായതോടെയാണ് ഹിറ്റ്ലർ ഭൂഗർഭ ബങ്കറിൽ സ്വയം വെടിവെച്ച് മരിച്ചത്. ഹിറ്റ്ലറുടെ കാമുകിയും അന്നേ ദിവസം മരിച്ചിരുന്നു. ദോഫാർ ഖരീഫ് സീസൺ ജൂൺ 21-ന് ആരംഭിക്കും. ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ സയ്യിദ് മർവാൻ ബിൻ തുർക്കി അൽ സയ്യിദ് ദുബായിലെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിനിടെ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. കുവൈത്തിൽ യോഗയുടെ പ്രചാരണത്തിന് നൽകിയ സംഭാവനകൾക്ക് രാജകുടുംബാംഗത്തിന് ഇന്ത്യൻ സർക്കാർ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ഒരു കുവൈത്ത് പൗരയ്ക്ക് ആദ്യമായാണ് പത്മശ്രീ ലഭിക്കുന്നത്. ദമാം കിങ് അബ്ദുൾ അസീസ് തുറമുഖത്ത് വാഹനങ്ങളുടെ ഇറക്കുമതിക്കും കയറ്റുമതിക്കുമായി പ്രത്യേക ലോജിസ്റ്റിക്സ് സോൺ സ്ഥാപിക്കാൻ സൗദി പോർട്ട് അതോറിറ്റിയും അബ്ദുൽ ലത്തീഫ് അൽ ഇസ ഹോൾഡിംഗ് ഗ്രൂപ്പും ധാരണയിലെത്തി. 30 കോടി റിയാൽ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഈ സോണിനായുള്ള കരാറിൽ ഇരു വിഭാഗവും ഒപ്പുവെച്ചു. ലോകകപ്പിനായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റേഡിയം നിർമ്മാണം തുടരുന്നു. ഗോബാറിലെ സ്റ്റേഡിയം നിർമ്മാണം വേഗത്തിലാണ് പൂർത്തിയാക്കുന്നത്. റിയാദിലെയും ജിദ്ദയിലെയും സ്റ്റേഡിയങ്ങൾ മാറ്റിപ്പണിയുന്ന പ്രവൃത്തികൾക്കും തുടക്കമായി. ആകെ സീറ്റുകളുടെ എണ്ണത്തിൽ 2006-ൽ ജർമ്മനിയിൽ നടന്ന ലോകകപ്പ് റെക്കോർഡ് സൗദി മറികടക്കും. ദോഹ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 34ാമത് പതിപ്പിന് അടുത്ത മാസം 8-ന് തുടക്കമാകും. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പുസ്തകോത്സവം മെയ് 17 വരെ നീണ്ടുനിൽക്കും. 43 രാജ്യങ്ങളിൽ നിന്നായി 552 പ്രസാധകർ ഇത്തവണ പുസ്തകമേളയിൽ പങ്കെടുക്കും. ഖത്തറിൽ 6 മാസത്തോളം നീണ്ടുനിന്ന ശൈത്യകാല ക്യാമ്പിംഗ് സീസൺ ഈ മാസം സമാപിക്കും. സീസൺ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ക്യാമ്പിംഗ് കേന്ദ്രങ്ങളിൽ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പരിശോധന ഊർജിതമാക്കി. ക്യാമ്പിംഗ് സെറ്റുകളിലെ ശുചിത്വം ഉറപ്പാക്കുക, പ്രാദേശിക ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക, പരിസ്ഥിതി നിയമ ലംഘനങ്ങൾ പരിശോധിക്കുക എന്നിവയാണ് പരിശോധനയിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത്. ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ 2025-26 അധ്യയന വർഷത്തെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഖത്തറിലെ ബർവ വില്ലേജിൽ വെച്ച് നടക്കും. മെയ് 3-ന് ശനിയാഴ്ച രാവിലെ ഖത്തർ സമയം 7:30-ന് പ്രവേശന പരീക്ഷ നടക്കുമെന്ന് ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ റക്ടർ ഡോക്ടർ അബ്ദുസലാം അറിയിച്ചു. ഇന്ത്യയിൽ 15 ലക്ഷം വാഹനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി കിയ. ആന്ധ്രാപ്രദേശിലെ അനന്തപുരിലെ നിർമ്മാണശാലയിലാണ് കിയ മോട്ടോഴ്സ് 15 ലക്ഷം യൂണിറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കിയയുടെ MPV ആയ കാരൻസിന്റെ നിർമ്മാണത്തിലൂടെയാണ് കമ്പനി ഈ മാന്ത്രിക നമ്പറിൽ എത്തിയത്. മുൻനിര സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിൽ ഒന്നായ OnePlus ഇന്ത്യൻ വിപണിയിൽ പുതിയ സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഈ വർഷം അവസാന വിപണിയിൽ എത്തുമെന്ന് കരുതുന്ന പുതിയ ഫോൺ OnePlus 13S-ൽ ഡിസൈൻ, പ്രകടനം, ക്യാമറ, സാങ്കേതിക വിദ്യ എന്നിവയിൽ അപ്ഗ്രേഡുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിരവധി AI ഫീച്ചറുകളുമായിട്ടായിരിക്കും പുതിയ ഫോൺ വിപണിയിൽ എത്തുക. വാഷിംഗ്ടണിൽ ചരിത്രം സൃഷ്ടിച്ച ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ വീട് വിൽപ്പന. സിയാറ്റിലിൽ സ്ഥിതി ചെയ്യുന്ന ഫണ്ട്സ് പോയിന്റ് മാൻഷൻ എന്ന അത്യാഡംബര പ്രോപ്പർട്ടി 536 കോടി രൂപയ്ക്കാണ് ബസോസ് കൈമാറിയത്. ബസോസ് തന്റെ സാങ്കേതിക സാമ്രാജ്യം കെട്ടിപ്പടുത്ത പസഫിക് നോർത്ത് വെസ്റ്റിൽ നിന്നും വിടവാങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഈ ഭവന വിൽപ്പന. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു.